ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. നടപ്പ് സാമ്പത്തിക വർഷം രണ്ടാം പാദത്തിലെ 8% GDP വളർച്ചാ നിരക്ക് രാജ്യപുരോഗതിയുടെ പ്രതിഫലനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. 7 ജില്ലകളിൽ പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. ഗോവയിൽ നിശാ ക്ലബിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 25ആയി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്ന് 11 ഇൻഡിഗോ ഫ്ളൈറ്റുകൾ റദ്ദാക്കി. യാത്ര മുടങ്ങിയവർക്ക് ഇന്ന് തന്നെ പണം തിരികെ നൽകാൻ ഉത്തരവിട്ട് സിവിൽ വ്യോമയാന മന്ത്രാലയം. കൊല്ലം കുരീപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ടുകൾ കത്തി നശിച്ച സംഭവം ACP അന്വേഷിക്കും. FIH പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. വാർത്തകൾ വിശദമായി. ഉയർന്ന വളർച്ചയുടെയും കുറഞ്ഞ പണപ്പെരുപ്പത്തിന്റെയും മാതൃകയായി ആഗോളതലത്തിൽ ഇന്ത്യ നിലകൊള്ളുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലെ 8% GDP വളർച്ചാ നിരക്ക് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന പുരോഗതിയുടെ പ്രതിഫലനമാണെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഇന്ത്യയുടെ സാധ്യതകൾ വളരെ കാലമായി ഉപയോഗപ്പെടുത്തിയിട്ടില്ലെന്നും എന്നാൽ വടക്കുകിഴക്കൻ മേഖലകൾ, ഗ്രാമങ്ങൾ, ടയർ 2-3 നഗരങ്ങൾ, സ്ത്രീകൾ, യുവാക്കൾ, ബഹിരാകാശ മേഖല, സമുദ്ര സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ മേഖലകൾ ഇപ്പോൾ അവയുടെ പൂർണ്ണശേഷി തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നുള്ള ഇന്നത്തെ 11 ആഭ്യന്തര ഇൻഡിഗോ വിമാന സർവീസുകൾ റദ്ദാക്കി. തിരുവനന്തപുരത്തേക്കുള്ള 5 സർവീസുകളും ഇവിടെ നിന്നുമുള്ള 6 സർവീസുകളുമാണ് തടസ്സപ്പെട്ടത്. ഇതുവരെ 4 ഇൻഡിഗോ സർവീസുകളാണ് ഇന്ന് നടന്നത്. റദ്ദാക്കിയതോ തടസ്സപ്പെട്ടതോ ആയ ഫ്ളൈറ്റുകളിലെ എല്ലാ യാത്രക്കാർക്കും ഉടൻ പണം തിരികെ നൽകുന്നതിന് കേന്ദ്ര സർക്കാർ ഇൻഡിഗോയ്ക്ക് നിർദ്ദേശം നൽകി. എല്ലാ വിമാനങ്ങളുടെയും റീഫണ്ടുകൾ ഇന്ന് രാത്രി 8 മണിക്കുള്ളിൽ നൽകണമെന്നും സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഉത്തരവിട്ടു. ഇൻഡിഗോയുടെ 100 കണക്കിന് ഫ്ളൈറ്റുകൾ റദ്ദാക്കിയതിനെ തുടർന്നാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത്. അതേസമയം വ്യാപകമായ വിമാന സർവീസ് റദ്ദാക്കലും ശൈത്യകാലത്തെ അധിക തിരക്കും കണക്കിലെടുത്ത് വിവിധ സോണുകളിലായി അടുത്ത 2 ദിവസത്തേക്ക് 89 പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിൽ പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് അവസാനിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. രണ്ടാം ഘട്ടം ഈ മാസം 11-നും വോട്ടെണ്ണൽ 13-നും നടക്കും. ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആലപ്പുഴ ജില്ലയിൽ മുന്നണികളുടെ പ്രചാരണം കൊട്ടിക്കലാശത്തിന്റെ ആവേശത്തിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. ആലപ്പുഴ ജില്ലയിൽ 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അതിവാശിയേറിയ പ്രചാരണത്തിലാണ്. വാഹനങ്ങൾക്ക് പുറമെ ബോട്ടുകളും വള്ളങ്ങളും സൈക്കിൾ റിക്ഷകളുമൊക്കെ ശബ്ദ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നു. ജില്ലയിൽ 1666 ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാനായി 18,02,555 വോട്ടർമാരാണ് പോളിംഗ് ബൂത്തിൽ എത്തേണ്ടത്. ആകെ 5,395 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. പ്രശ്നബാധിതമായി കണ്ടെത്തിയിട്ടുള്ള 273 ബൂത്തുകളിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാകും. 60 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ കൊല്ലം ജില്ലയിൽ പ്രചാരണം പാരമ്യത്തിലെത്തി. 3 മുന്നണികളുടെയും വാഹന അനൗൺസ്മെന്റുകളും സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പര്യടനവും കവലയോഗങ്ങളും എല്ലായിടത്തും പുരോഗമിക്കുകയാണ്. ചിന്നക്കട ഉൾപ്പെടെ പ്രധാന ജംഗ്ഷനുകളിൽ വൈകുന്നേരം കലാശക്കൊട്ടിനായി സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും സംഗമിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാധനങ്ങളുടെ വിതരണം നാളെ രാവിലെ ആരംഭിക്കും. പഞ്ചായത്തുകളിൽ ബ്ലോക്ക് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ അതത് സ്ഥാപന തലത്തിലുമാണ് വിതരണ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത്. വിതരണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ആകെ 117 വിതരണ കേന്ദ്രങ്ങളാണ് ഉള്ളത്. കണ്ണൂർ ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഡ്യൂട്ടി ലഭിച്ച ഇതുവരെ പരിശീലനം കിട്ടാത്തവർക്ക് ചൊവ്വാഴ്ച രാവിലെ ജില്ലാ പ്ലാനിംഗ് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം നൽകും. നേരത്തെ പരിശീലനത്തിൽ പങ്കെടുക്കാത്തതും നിയമന ഉത്തരവ് ലഭിച്ചവരും പരിശീലനത്തിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കളക്ടർ അറിയിച്ചു. രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിലെ പോസ്റ്റ് ഓഫീസുകൾ നാളെ വൈകിട്ട് 6 വരെ തുറന്ന് പ്രവർത്തിക്കും. പോസ്റ്റൽ ബാലറ്റിനുള്ള അപേക്ഷകളും പോസ്റ്റൽ ബാലറ്റുകളും കൈകാര്യം ചെയ്യുന്നതിനായാണ് നടപടി. ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജില്ലകളിൽ ഇന്നലെ വൈകിട്ട് 6 വരെ പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിച്ചു. വയനാട് ജില്ലയിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട് ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ താമസിച്ചു വരുന്ന ആളുകൾക്ക് തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനായി വാഹന സൌകര്യം ഏർപ്പെടുത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഗോവയിൽ അർപ്പോറയിലെ നിശ ക്ലബ്ബിൽ ഇന്നലെ രാത്രിയുണ്ടായ വൻ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 25ആയി. മരിച്ചവരിൽ ഭൂരിഭാഗവും ക്ലബ്ബിലെ ജീവനക്കാരും 4 പേർ വിനോദസഞ്ചാരികളുമാണ്. സിലിണ്ടർ സ്ഫോടനത്തെ തുടർന്നാണ് തീപിടുത്തമെന്ന് പ്രാഥമിക നിഗമനം. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. സ്ഥലം സന്ദർശിച്ച മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് നിർബന്ധിത അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ക്ലബ്ബ് പ്രവർത്തിച്ചതെന്ന് വ്യക്തമാക്കി. സംഭവത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. FIH പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. ക്വാർട്ടർ ഫൈനലിൽ ബെൽജിയത്തെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിയിൽ പ്രവേശിച്ചത്. ചെന്നൈയിൽ വൈകിട്ട് 8-ന് മത്സരം ആരംഭിക്കും. അഗസ്ത്യാർകൂടത്തിൽ നിന്ന് ശേഖരിച്ച കാഴ്ചദ്രവ്യങ്ങൾ കാണിഗോത്ര പ്രതിനിധികൾ ശബരിമല അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ചു. തിരുവനന്തപുരം കോട്ടൂർ വനമേഖലയിൽ നിന്നെത്തിയ 167 പേരടങ്ങുന്ന സംഘമാണ് പതിവ് തെറ്റിക്കാതെ ഇത്തവണയും മല ചവിട്ടിയത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലേക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. കാണിഗോത്ര സംഘത്തിന്റെ നേതാവ് വിനോദ് കുമാറിന്റെ നേതൃത്വത്തിൽ 27 കുട്ടികളും 14ഓളം മാളികപ്പുറങ്ങളും അടങ്ങുന്ന സംഘം 3 KSRTC ബസ്സുകളിലായാണ് പമ്പയിലെത്തിയത്. മുളങ്കുറ്റിയിൽ നിറച്ച കാട്ടുചെറുതേനും ഈറ്റയിലും അരിച്ചൂരലിലും നിർമ്മിച്ച പൂജാപാത്രങ്ങളും കാട്ടുകുന്തിരിക്കവും കരിമ്പും കാട്ടിൽ വിളഞ്ഞ കദളിക്കുലകളും കാട്ടുപൂക്കളും അടങ്ങുന്ന വനവിഭവങ്ങളാണ് ഇവർ അയ്യന് കാഴ്ചയർപ്പിച്ചത്. പരിസ്ഥിതി സൗഹാർദ്ദമായ തീർത്ഥാടനം എന്ന സന്ദേശം കൂടിയാണ് ഇവരുടെ യാത്ര നൽകുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് അഗസ്ത്യവനത്തിൽ നിന്ന് പശ്ചിമഘട്ട വനനിരകളിലൂടെ കാൽനടയായി വന്ന് ദർശനം നടത്തിയിരുന്ന പൂർവികരുടെ സ്മരണ പുതുക്കിയാണ് ഇവർ എത്തുന്നത്. ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് റാന്നി പ്ലാപ്പള്ളി തുലാപ്പള്ളി റോഡിൽ വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങൾക്ക് ജില്ലാ കളക്ടർ നിയന്ത്രണം ഏർപ്പെടുത്തി. അപകട സാധ്യതയുള്ള വനപാതയായതിനാൽ അയ്യപ്പ ഭക്തരുടെ സുരക്ഷ മുൻനിർത്തിയാണ് നടപടി. പന്തളം തിരുവാഭരണ പേടകവാഹക സംഘത്തിലെ ഗുരുസ്വാമി കുളത്തിനാൽ ഗംഗാധരൻ പിള്ളയ്ക്ക് പന്തളം കൊട്ടാരം നിർവാഹക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിരമിക്കൽ ചടങ്ങ് നൽകി. പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രസന്നിധിയിലാണ് ചടങ്ങ് നടന്നത്. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്. പന്തളം തിരുവാഭരണ പേടകവാഹക സംഘം ഗുരുസ്വാമി നവതി ആഘോഷിക്കാൻ ഒരുങ്ങുന്ന കുളത്തിനാൽ ഗംഗാധര പിള്ളയ്ക്ക് അമൂല്യമായ സേവനത്തിന് ആദരവ് അർപ്പിച്ചാണ് പന്തളം കൊട്ടാര നിർവാഹക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിരമിക്കൽ ചടങ്ങ് ആഘോഷിച്ചത്. ശബരിമല അയ്യപ്പന്റെ തിരുവാഭരണങ്ങൾ വഹിക്കുന്ന തിരുവാഭരണ വാഹക സംഘത്തിലെ 70 വർഷത്തോളമായ അംഗവും 20 വർഷത്തോളമായി ഗുരുസ്വാമിയും ആയിരുന്നു അദ്ദേഹം. ചടങ്ങിൽ പന്തളം കൊട്ടാര നിർവാഹക സംഘം പ്രസിഡന്റ് N. ശങ്കർ അദ്ദേഹത്തെ പൊന്നാട അണിയിച്ചു. കൊല്ലം കുരീപ്പുഴയിൽ തീപിടിച്ച് മത്സ്യബന്ധന ബോട്ടുകൾ കത്തിയ സംഭവത്തിൽ ACPക്ക് അന്വേഷണ ചുമതല. അട്ടിമറി സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ ഡൊമിനിക് കടവ് ഭാഗത്ത് കെട്ടിയിരുന്ന 9 ബോട്ടുകളും ഒരു ചീനവലയും ഒരു ഫൈബർ വള്ളവുമാണ് കത്തിനശിച്ചത്. 6 കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് സൂചന. NK പ്രേമചന്ദ്രൻ MP, ജില്ലാ കളക്ടർ, കമ്മീഷണർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും നാശം വരുത്തി കാട്ടുകൊമ്പൻ പടയപ്പ. കാട്ടാന മാട്ടുപ്പെട്ടിയിൽ വഴിയോര കടകൾക്ക് നേരെ അതിക്രമം നടത്തി. നെറ്റിമേട് ഭാഗത്ത് ലയങ്ങളോട് ചേർന്ന് കൃഷിയും നശിപ്പിച്ചു. ലാക്കാട് എസ്റ്റേറ്റിലിറങ്ങിയ കാട്ടുകൊമ്പൻ കഴിഞ്ഞ ദിവസം 4ഓളം കടകൾ തകർത്തിരുന്നു. പ്രവാസി കമ്മീഷൻ അദാലത്ത് ഈ മാസം 16, 17 തീയതികളിൽ തിരുവനന്തപുരം തൈക്കാട് നോർക്ക സെന്ററിൽ നടക്കും. രാവിലെ ആരംഭിക്കുന്ന അദാലത്തിന് പ്രവാസി കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് നേതൃത്വം നൽകും. പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അദാലത്തിൽ ഉന്നയിക്കാം. ഇന്ന് സായുധ സേനാ പതാക ദിനം. ഇന്ത്യൻ സായുധ സേനയുടെ ധീരതയ്ക്കും ത്യാഗങ്ങൾക്കും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിവാദ്യം അർപ്പിച്ചു. സൈനികരുടെ ധൈര്യം രാജ്യത്തെ സംരക്ഷിക്കുന്നുവെന്നും അവരുടെ നിസ്വാർത്ഥ സേവനം ഒരിക്കലും വീട്ടാൻ കഴിയാത്ത കടപ്പാട് ഓർമ്മിപ്പിക്കുന്നുവെന്നും രാജ്യരക്ഷാ മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2026 ഫുട്ബോൾ ലോകകപ്പ് മത്സരക്രമം ഫിഫ പുറത്തിറക്കി. 48 ടീമുകൾ പങ്കെടുക്കുന്ന ലോകകപ്പ് US, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലായാണ് നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. നടപ്പ് സാമ്പത്തിക വർഷം രണ്ടാം പാദത്തിലെ 8% GDP വളർച്ചാ നിരക്ക് രാജ്യപുരോഗതിയുടെ പ്രതിഫലനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. 7 ജില്ലകളിൽ പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. ഗോവയിൽ നിശ ക്ലബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 25ആയി. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്ന് 11 ഇൻഡിഗോ ഫ്ളൈറ്റുകൾ റദ്ദാക്കി. യാത്ര മുടങ്ങിയവർക്ക് ഇന്ന് തന്നെ പണം തിരികെ നൽകാൻ ഉത്തരവിട്ട് സിവിൽ വ്യോമയാന മന്ത്രാലയം.
കൊല്ലം കുരീപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ടുകൾ കത്തിനശിച്ച സംഭവം ACP അന്വേഷിക്കും. FIH പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ജർമ്മനിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.